നമസ്കാരം. നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ വേർപാട് ഒരിക്കലും ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് നടനും സംവിധായകനുമായ ബാലചന്ദ്രൻ മേനോൻ. അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കി സാമൂഹിക മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. എന്റെ സിനിമാ ജീവിതത്തിൽ 50-ാം വർഷം റോസസ് ദി ഫാമിലി ക്ലബ് ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ചടങ്ങിലേക്ക് അതിഥിയായി ക്ഷണിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഒടുവിലായി ഞാൻ ശ്രീനിവാസനെ കണ്ടത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഒരു വീഴ്ചയെ തുടർന്ന് കിടപ്പിലായി. എന്നാൽ ഈ വിയോഗം ഒരിക്കൽ പോലും എങ്കിലും ശ്രീനി ബാലചന്ദ്രൻ മേനോൻ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ മുമ്പ് ഇദ്ദേഹം തന്നെ സാമൂഹിക മാധ്യമം വഴി പുറത്തുവിട്ടിരുന്നു. അതൊരു നല്ല സംഗമമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റോസസ് ഫാമിലി ക്ലബിന്റെ 34-ാമത് വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ 50-ാമത് വാർഷികം ആഘോഷിക്കാനാണ് ശ്രീനിവാസന്റെ വരവ്. ജഗതി ശ്രീകുമാറും കൂടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ കെങ്കേമമായി. പണ്ട് കവി പാടിയതുപോലെ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ഇതായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ബാലചന്ദ്രൻ മേനോന്റെ വിശദീകരണം. കഴിഞ്ഞ നവംബർ 29-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയിരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു ബാലചന്ദ്രൻ മേനോന്റെ ഈ വിശദീകരണം. രാവിലെ 8:30 അന്ത്യം. ഡയാലിസിസിനായി രാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആരോഗ്യനില മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും 48 വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ശ്രീനിവാസന്റെ വേർപാട് ആരാധകർക്കും ഉറ്റവർക്കും ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഭാര്യ വിമലയും അടുത്ത ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. ഉദയംപേരൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം പിന്നീട് 1 മണിയോടെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടങ്ങുന്ന ചലച്ചിത്ര താരങ്ങളിൽ വലിയൊരു വിഭാഗം ശ്രീനിവാസനെ അവസാനമായി കാണാൻ ടൗൺ ഹാളിൽ എത്തിയിരുന്നു. 3:30 ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിച്ച ശേഷം ഭൗതികദേഹം വീണ്ടും വീട്ടിലെത്തിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഉദയംപേരൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.